ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ കെട്ടിടം ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. റൊമാനിയയുടെ തലസ്ഥാനമായ ബുക്കാറസ്റ്റിലെ പാർലമെന്റ് കൊട്ടാരമാണ് ഏറ്റവും ഭാരമേറിയ കെട്ടിടം. 4.1 ദശലക്ഷം ടണ്ണാണ് ഈ കൊട്ടാരത്തിന്റെ ഭാരം. വലിയ അളവിൽ ഉരുക്കും മാർബിളും മരവും കൊണ്ടാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായിരുന്ന നിക്കോള ചൌഷസ്ക്യുവിന്റെ പ്രത്യേക താല്പര്യത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ പാർലമെന്റ് കെട്ടിടം അമിതഭാരം താങ്ങാനാവാതെ ഭൂമിയിലേക്ക് പതിയെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. 1967 മുതൽ 1989 വരെ റൊമാനിയയുടെ രാഷ്ട്രത്തലവനായിരുന്നു നിക്കോള ചൌഷ. 1970കളുടെ തുടക്കത്തിൽ ഉത്തര കൊറിയയിലേക്ക് ചൌഷ സന്ദർശനം നടത്തിയിരുന്നു. അവിടെ കണ്ട വലിയ കെട്ടിടങ്ങളുടെ പ്രൗഢിയും മനോഹാരിതയും എല്ലാം ചൌഷസ്വിനെ വലിയ തോതിൽ ആകർഷിച്ചു. തിരിച്ചെത്തിയ ചൌഷസ്ക്യു റൊമാനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. പല കെട്ടിടങ്ങളും തകർക്കുകയും പുതിയവ നിർമ്മിക്കുകയും മനോഹരമായ നടപ്പാതകൾ ഒരുക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായി ആരെയും അമ്പരപ്പിക്കുന്ന പാർലമെന്റ് മന്ദിരം നിർമ്മിക്കണമെന്ന ചൌഷസ്വിന്റെ ആഗ്രഹത്തിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ആദ്യം ഹൗസ് ഓഫ് ദ റിപ്പബ്ലിക് എന്നും പിന്നീട് പീപ്പിൾസ് ഹൗസ് എന്നും പിന്നീട് പാർലമെന്റ് കൊട്ടാരം എന്നും ഈ കെട്ടിടം അറിയപ്പെട്ടു. 1984 ഔദ്യോഗികമായി ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. വലുപ്പത്തേക്കാൾ ഭാരം കൊണ്ടായിരുന്നു ഈ കെട്ടിടം നിർമ്മാണ സമയത്ത് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചത്. ഏകദേശം 7 ലക്ഷം ടൺ ഉരുക്കും വെങ്കലവും 10 ലക്ഷം ക്യൂബിക് മീറ്റർ മാർബിളും 9 ലക്ഷം ക്യൂബിക് മീറ്റർ തടിയും 3500 ടൺ ചില്ലും ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു. ഇതെല്ലാം ചേർക്കുമ്പോഴാണ് കെട്ടിടത്തിന്റെ ഭാരം 4.1 ദശലക്ഷം ടണ്ണായി മാറുന്നത്. സ്വന്തം ഭാരം താങ്ങാനാവാതെ ഭൂമിയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് റൊമാനിയയുടെ പാർലമെന്റ് കൊട്ടാരം. ഇത്രയേറെ ഭാരമുള്ളതിനാൽ തന്നെ ഈ കെട്ടിടം ഓരോ വർഷവും 6 മില്ലിമീറ്റർ വരെ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂനിരപ്പിൽ നിന്നും 84 മീറ്റർ വരെ ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ പാർലമെന്റ് കൊട്ടാരം 92 മീറ്റർ വരെ ഭൂമിക്കടിയിലും സ്ഥിതി ചെയ്യുന്നു. ആകെ 3.65 ലക്ഷം ചതുരശ്ര മീറ്ററാണ് ഈ കെട്ടിടത്തിന്റെ വിസ്തൃതി. അൻക പെട്രാഷു ആയിരുന്നു പാർലമെന്റ് കൊട്ടാരത്തിന്റെ ചീഫ് ആർക്കിടെക്ട്. വെറും 28 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അൻക പെട്രാഷു ദേശീയ ഡിസൈൻ കോമ്പറ്റീഷനിൽ വിജയിച്ചതോടെ ചീഫ് ആർക്കിടെക്ടായി മാറുന്നു. ഏതാണ്ട് 700 ആർക്കിടെക്റ്റുകളും ആയിരക്കണക്കിന് തൊഴിലാളികളും അൻകയ്ക്ക് കീഴിൽ പണിയെടുത്തു. 13 വർഷത്തോളം ഈ പാർലമെന്റ് കൊട്ടാരത്തിന്റെ നിർമ്മാണം നീണ്ടു. 1 ലക്ഷം ജോലിക്കാർ വരെ ഒരേ സമയം ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലുണ്ടായിരുന്നു. വിദഗ്ധ തൊഴിലാളികൾക്ക് പുറമെ സാധാരണക്കാരും പട്ടാളക്കാരും തടവുകാരുമെല്ലാം നിർമ്മാണത്തിന്റെ ഭാഗമായി. ഇത്രയും വലിയ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുമ്പോൾ സ്വാഭാവികമായും അപകടങ്ങളും ഉണ്ടായി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 27 പേർക്ക് നിർമ്മാണ സ്ഥലത്ത് വെച്ച് ജീവൻ നഷ്ടമായി. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരമുള്ള മരണസംഖ്യ ഇതിനേക്കാൾ പല മടങ്ങ് വരും. 2020 ഏതാണ്ട് 4 ബില്യൺ യൂറോയാണ് ഈ കെട്ടിടത്തിന്റെ മൂല്യം കണക്കാക്കിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചെലവിട്ട് നിർമ്മിച്ച പാർലമെന്റ് മന്ദിരം ഫലത്തിലൊരു ഏകാധിപത്യം നിർമ്മിച്ച ഒരു വെള്ളാനയായി മാറുകയായിരുന്നു. 1100 മുറികളുള്ള ഈ കൂറ്റൻ കെട്ടിടത്തിന്റെ 70% കാര്യമായ ആളനക്കമില്ലാതെ കിടക്കുകയാണ്. ഒരു വർഷം ഈ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും വെളിച്ചം തെളിയിക്കാനും മുറികളിൽ ചൂട് നിലനിർത്താനും മാത്രം റൊമാനിയയ്ക്ക് $5 ദശലക്ഷം ചെലവ്. ആർക്കും ഒരു തരി പോലും തള്ളി നീക്കാനാവാത്ത ഈ പടുകൂറ്റൻ കെട്ടിടം സ്വന്തം ഭാരം താങ്ങാനാവാതെ ഓരോ വർഷവും സ്വയം ഭൂമിയിലേക്ക് 6 മീറ്റർ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് ഓരോ സഞ്ചാരിയെയും കൂടുതൽ അമ്പരപ്പിക്കും.